ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തക്കാളി പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണോ ഇതൊന്നും അറിഞ്ഞൂല, നോക്കിയാൽ മനസ്സിലാവുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഏകദേശം ഒരു 1/2 കിലോളം തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി തന്നെയാണ്. പിന്നെ അരപ്പിന് വേണ്ടി ഒരു മുറി നാളികേരം, ഒരു മുറി പറഞ്ഞ ഒരു നാളികേരത്തിൻ്റെ പകുതി നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ നാളികേരത്തിനോടൊപ്പം ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിലൊരു ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തും, അത് ഞാൻ പാകം ചെയ്യുന്ന സമയത്ത് കാണിക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണം. അപ്പം ഞാൻ ഈ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. തക്കാളി ഞാൻ ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാനിലാക്കി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി. പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്, അത് കാരണം കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, തക്കാളിക്കെല്ലാം കൂടി വേകാൻ ആവശ്യമായ ഉപ്പ് ഇട്ടിട്ട് ഈ തക്കാളി വേകാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഒന്ന് വെന്ത് വരട്ടെ, അത്രയും വെള്ളം മതി, വെള്ളം ജാസ്തി ആവാൻ പാടില്ല. ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. പച്ചടി പറയുമ്പോൾ തന്നെ തൈര് വേണമല്ലോ, തൈര്, കറിവേപ്പില അതൊക്കെ വേണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി വെന്തോന്ന് നോക്കാം. വെന്തതാ, വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ പച്ചടിയിൽ എപ്പോഴും ലേശം മധുരം ചേർത്തു. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഒരു കഷ്ണം ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ നിന്ന് പഞ്ചസാരയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്തിയാൽ അത് നല്ലൊരു ടേസ്റ്റാണ് പച്ചടിക്ക്. 1 മിനിറ്റ് കൂടി ഇതിനെ ഒന്ന് ഈ ശർക്കര ഒന്ന് മെൽട്ടാവാൻ ഒന്ന് അടച്ചു വയ്ക്കാം. പിന്നെ ഞാൻ ഇത് ചേർത്ത് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞാൽ ആദ്യം തൈരാണ് ചേർക്കുക. ചിലർ ആദ്യം നാളികേരം അരച്ചത് ചേർത്തിയ ശേഷം ലാസ്റ്റ് തൈര് ഒഴിക്കണ കാണാം. പക്ഷേ ഞാൻ നേരെ വിപരീതമാണ് ചെയ്യുന്നത്. ഞാൻ തൈര് ചേർത്തി അതൊന്ന് തിളച്ച ശേഷം മാത്രമേ, പിരിയുന്നൊന്നുള്ള അതൊന്നുമില്ല, ടേസ്റ്റാണ്. നാളികേരം ചേർത്തിയാൽ പിന്നെ തിളപ്പിക്കില്ല. എന്തായാലും ഇതൊന്ന് മെൽട്ടായി വരട്ടെ, തുറന്ന് നോക്കാം. ശർക്കരയൊക്കെ മെൽട്ടായിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് പറഞ്ഞ് ഞാൻ കട്ടി തൈരൊന്നുമല്ല എടുത്തിരിക്കുന്നത്, ലേശം ലൂസായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു തള വരട്ടെ. ഇതിൽ ഈ ചുവപ്പ് കളറും മഞ്ഞയും കൂടിയുള്ള ഈ ഓറഞ്ച് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലേശം മുളക് കൂടി ചേർത്തിയത്. ഒന്ന് തള വരട്ടെ, പിരിഞ്ഞു പോകുമൊന്നുമില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കണം. ഇനി തള വന്നു. ഇനി നമുക്ക് അരപ്പ് ചേർത്തി കൊടുക്കാം. നാളികേരം, പച്ചമുളക്, കടുക് ഇതെല്ലാം അരച്ചിട്ടുള്ള അരപ്പാണത്. ചേർത്ത് കൊടുക്കാം. ഒന്ന് സിമ്മാക്കി വയ്ക്കാം, കാരണം ഇനി നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കരുത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചിലർ ഞാൻ പറഞ്ഞല്ലോ തൈര് ആദ്യം ചേർത്തില്ല. നാളികേരം ആദ്യം ചേർത്ത് ഒന്ന് തിളച്ച ശേഷം തൈര് ചേർത്ത് തിളയ്ക്കാതെ വാങ്ങി വയ്ക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ വയ്ക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റാണ്. അത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതൊന്ന് തിളയ്ക്കണ്ട, എന്നാലും തള പൊട്ടട്ടെ. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല നാളികേരം ചേർത്തിട്ട്, അതുകൊണ്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചതായിരുന്നു ഞാൻ. അപ്പം നാക്കിയതാണ്. നമുക്കിത് ഈ സമയത്ത് നമുക്കിതേക്ക് കറിവേപ്പില ചേർത്തി കൊടുക്കാം. ഏറ്റവും പച്ചടിക്ക് ടേസ്റ്റ് തരുന്ന സാധനമാണ് കറിവേപ്പില. അത് എത്ര വേണം നമുക്ക് ചേർത്തി കൊടുക്കാം. ഗ്യാസ് എന്തോ കെട്ടുപോയിരിക്കുന്നല്ലോ. നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അധികം തിളക്കരുത്. തള പൊട്ടി. നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം.
താളിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്തി കൊടുക്കാം. പിന്നീട് ഇത് 3 നിർബന്ധമാണ്. ഞാനൊരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതായത് കപ്പൽമുളക്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ, കടുക്. ഉലുവ ഇതിൽ മസ്റ്റാണ്, അതിന് ഏറ്റവും ടേസ്റ്റ് തരുന്നതാണ് ഉലുവ, അത് കൂടിയേ തീരും. കറിവേപ്പില ഏറ്റവും ടേസ്റ്റ് തരുന്നതാണ് ഈ ഉലുവയും കറിവേപ്പിലയും കൂടി ചേരുമ്പോൾ. വറ്റൽമുളക് നമ്മൾ കൂടുതൽ ചേർക്കുമ്പോൾ അത് നല്ലതാണ്, ടേസ്റ്റ് കൂട്ടുന്നത്. ഗ്യാസ് ഓഫാക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് താളിപ്പ് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ തക്കാളി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ, പിന്നീട് നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.